പയ്യന്നൂർ കോളേജിൽ ഹോളി ആഘോഷം സംഘടിപ്പിച്ചു. ഈ ആഘോഷത്തിനിടയിൽ ഉണ്ടായ സംഘർഷത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റു എന്നാണ് പരിക്കേറ്റ വിദ്യാർത്ഥി അർജുൻ പറയുന്നത്. അടികൊണ്ട് വീണപ്പോൾ നിലത്തിട്ട് ചവിട്ടിയെന്നും 25-ലേറെ പേർ ചേർന്നാണ് തന്നെ ആക്രമിച്ചത് എന്നും അർജുൻ പറയുന്നു. അർജുന്റെ വാക്കുകളിലേക്ക്. നമീഷ വന്നിട്ട് എൻ്റെ തലേൻ്റെ ബാക്കിലടിച്ചു. അന്നേരം ആരോ ഒന്ന് ചവിട്ടി, അന്നേരം വീണു. ഇവരെല്ലാവരും കൂടിയിട്ട് വീണപ്പോൾ അഭയ് എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്. ഓനും വന്ന് എൻ്റെ മുഖത്തെല്ലാം കുറേ അടിച്ചു, മൂക്കിന് കുത്തി, ബ്ലഡൊക്കെ വന്നിരുന്നു. ഞാൻ പറഞ്ഞു മതി, തലല്ല പറഞ്ഞു. എൻ്റെ കഴുത്ത് പിടിച്ചിട്ട് എങ്ങനെയും വിടുന്നില്ല, എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിട്ട് തീരെ. കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിലിലേക്കാണ്. നിഖിൽ, ഇന്നലെ വൈകുന്നേരം ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ കൂട്ടയടിയാണ്. ഈ അർജുന്റെ വാരിയലിന് സാരമായി പരിക്കേറ്റിരുന്നു. ഇപ്പോൾ ഈ പരിക്കുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ താൻ നേരിട്ട ക്രൂരത വെളിപ്പെടുത്തുകയാണ് അർജുൻ. എന്താണ് സംഭവിച്ചതെന്നാണ് അർജുന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്? ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ കൂടി. സേതുലക്ഷ്മി, അർജുൻ ഏതായാലും ഇപ്പോൾ പയ്യന്നൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എല്ലുകൾക്ക് പൊട്ടലുണ്ട് എന്നാണ് ഇന്നലെ എക്സ്റേ ഉൾപ്പെടെയുള്ള പരിശോധനയിലൂടെ മനസ്സിലായത്. ഡോക്ടർ അക്കാര്യം ഇവരോട് പറഞ്ഞിട്ടുമുണ്ട്. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം പയ്യന്നൂർ കോളേജിൽ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടികളായിരുന്നു. ഇതിനിടയിൽ ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഡാൻസ് ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അവിടെ ഈ സീനിയർ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ഒരു ഗ്യാങ്ങും ഒപ്പം തന്നെ അർജുൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഇവർ 2 സ്ഥലത്ത് മാറി നിന്ന് ഇത്തരത്തിൽ ഡാൻസ് ചെയ്യുകയായിരുന്നു. ഇവിടെയാണ് സംഘർഷങ്ങൾ തുടങ്ങുന്നത്. ഈ സീനിയർ വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഗ്യാങ്ങിലെ ഒരു കൂട്ടം ആളുകൾ, 25ഓളം വരുന്ന ആളുകൾ അർജുൻ അടുത്തെത്തുകയും അർജുനെ മർദ്ദിക്കുകയും ചെയ്യുന്നു. ആദ്യം മുഖത്തടിക്കുകയായിരുന്നു. ഇങ്ങനെ അടികൊണ്ട് അർജുൻ നിലത്ത് വീഴുന്നു. നിലത്ത് വീണ സമയത്ത് അർജുനെ നിലത്ത് വീണ് കിടക്കുമ്പോഴും ചവിട്ടുകയും ഒപ്പം തന്നെ മുഖത്തടിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് അർജുൻ പറയുന്നത്. അതിനുശേഷം എഴുന്നേറ്റ് നിന്ന അർജുനെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സമയത്ത് മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വന്നു. ഈ രക്തം വന്ന സമയത്ത് തനിക്ക് ശ്വാസം കിട്ടുന്നില്ല, തന്നെ ഇനി അടിക്കരുതെന്ന് അപേക്ഷിച്ചു. പക്ഷെ അതുപോലും കേട്ടില്ല. നിന്നെ കൊന്നിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകൂ എന്ന് പറഞ്ഞ് അത്തരത്തിൽ ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ അർജുൻ പറയുന്നത്. ഇതിന് ഒരു പ്രത്യേക കാരണം എന്ന് പറയാനുള്ളത് അർജുൻ ഇപ്പോൾ പറയുന്നത്, അർജുൻ ആ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയാണ്. ഹിന്ദി കോഴ്സാണ് പഠിക്കുന്നത്. 1ാം വർഷ വിദ്യാർത്ഥി ആണെങ്കിലും അർജുൻ്റെ കൂട്ടുകാരിൽ പലരും സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളാണ്. അപ്പോൾ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്കൊപ്പം ജൂനിയറായി നീ എന്തിനാണ് നടക്കുന്നത്, ജൂനിയറായി നിന്നാൽ മതി, സീനിയർ കളിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മർദ്ദനമെന്നാണ് അർജുൻ ഇപ്പോൾ പറയുന്നത്. 25-ലേറെ ആളുകൾ ചേർന്നാണ് ഒരാളെ ഇങ്ങനെ കൂടി നിന്ന് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നും പറയുന്നു. ഏതായാലും അർജുൻ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. കലശലായ വേദന ഇപ്പോഴും അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അല്പസമയത്തിനകം പയ്യന്നൂർ പോലീസ് എത്തി അർജുനിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും കേസിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ശരി നിഖിൽ, പരിക്കേറ്റ അർജുന്റെ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, മറ്റു കാര്യങ്ങൾ പറയുകയായിരുന്നു നിഖിൽ അളവൂർ.